നെയ്യാറ്റിൻകര വാസുദേവൻ സാറ് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മഹാനായ ഒരു കർണാടക സംഗീതജ്ഞനായിരുന്നു. നമ്മൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ കേരളത്തിൻ്റെ ഒരു കർണാടക സംഗീതത്തിൻ്റെ സൗന്ദര്യ സങ്കല്പം അദ്ദേഹം ശരിക്കും ഉറപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ്. 1988 ഞാൻ വാസുദേവൻ സാറിൻ്റെ കീഴിൽ ഞാൻ സംഗീതം അഭ്യസിക്കാൻ പോകണം. ഏകദേശം ഒരു 18 വർഷത്തോളം വാസുദേവൻ സാറിൻ്റെ കൂടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരികളിലും ഒക്കെ യാത്ര ചെയ്യാനുള്ളൊരു അവസരമുണ്ടായി. ചേട്ടനും ഞാനും നെയ്യാറ്റിൻകര സ്കൂളിൽ പഠിച്ചു. ചേട്ടന് പഠിത്തത്തിലോടൊപ്പം പാട്ടിലായിരുന്നു താല്പര്യവും. അന്ന് കാരണം അപ്പനപ്പന്മാർക്ക് അവിടെ നാസര ടീമുണ്ട്, നാഗസ്വര വിദ്വാൻമാരുടെ ഒരു ടീമുണ്ടായിരുന്നു. അന്ന് ആ കാലത്ത് അവർ വളരെ പോപ്പുലറായിരുന്നു. അപ്പോൾ അത് കണ്ടും കേട്ടും ഒക്കെ അങ്ങനെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു. ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു കൊച്ചുകുഞ്ഞു ഭാഗവതർ എന്ന് പറഞ്ഞൊരു ഭാഗവതരുണ്ടായിരുന്നു. അദ്ദേഹം അക്കാഡമിയിൽ പഠിച്ചു കഴിഞ്ഞ് വന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്തിൽ കുറെ പഠിച്ചു. പിന്നെ നെയ്യാറ്റിൻകര ടൗണിൽ ഷൺമുഖൻ ഭാദർ എന്ന് പറഞ്ഞ ഭാദരുണ്ടായിരുന്നു, പഴയ ആള് ഷൺമുഖൻ ഭാദർ, നെയ്യാറ്റിൻകര ടൗണിൽ തന്നെ. അദ്ദേഹത്തിൻ്റെ കീഴിലും കുറച്ച് പ്രാഥമികമായിട്ട് ചേട്ടൻ കുറച്ച് സംഗീതം പഠിച്ചു. തിരുവനന്തപുരം മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചു, ഇന്നത്തെ സ്വതിരുന്നാൾ മ്യൂസിക് കോളേജ്. അവിടെ 4 കൊല്ലം ഗാനഭൂഷണം എന്നുള്ള കോഴ്സ് 57-58 ആ കാലങ്ങളിൽ വിജയകരമായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ചെമ്മാങ്കുടി, പ്രസിദ്ധമായ ചെമ്മാങ്കുടി ശ്രീനിവാസ സാറായിരുന്നു അദ്ദേഹം, സ്വാമിയായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ. അവരുടെ ശിഷ്യത്തിൽ ഗാനഭൂഷണം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെ 2 കൊല്ലത്തെ വിദ്വാൻ കോഴ്സുണ്ട്, സംഗീത വിദ്വാൻ കോഴ്സുണ്ട്. വിദ്വാൻ കോഴ്സും കൂടെ പഠിച്ചു. ആ പഠിക്കുന്ന കാലത്ത് യേശുദാസും അവിടെ വിദ്വാൻ കോഴ്സിന് വന്നു ചേർന്നു. 1 കൊല്ലം ഇവർ ഒരുമിച്ച് പഠിച്ചു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ 61-62 യേശുദാസ് സിനിമയിലേക്ക് ചാൻസ് കിട്ടി പോവുകയും ചെയ്തു. പുള്ളി പക്ഷേ ചേട്ടൻ അവിടെ നിന്ന് പഠിച്ചു. അതും വിദ്വാൻ കോഴ്സും നല്ല നിലയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായി. അക്കാഡമിയില് പഠിക്കുമ്പോൾ തന്നെ കച്ചേരി ചെയ്യുകയാണ്. അങ്ങനെ കച്ചേരിക്കൊക്കെ പോവുകയും എടുക്കുകയും എല്ലാം ചെയ്യുക. അത് അക്കാഡമിയിൽ പഠിക്കുമ്പോൾ തന്നെ കച്ചേരി ചെയ്യുകയാണ്. പിന്നെ ആൾ ഇന്ത്യ റേഡിയോയുടെ മത്സരത്തിൽ അദ്ദേഹം 1ാം സ്ഥാനം ലഭിക്കുകയും ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അവാർഡ് വാങ്ങുകയും ചെയ്തു. അന്നത്തെ പ്രസിഡന്റ് VV ഗിരിയായിരുന്നു. അവിടെ പ്രസിഡന്റ് അവാർഡ് വാങ്ങുകയും ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് NSSൻ്റെ ഒരു യോഗം നടക്കുകയാണ് ഇവിടെ ചെങ്ങന്നൂരായിട്ടാണ്. അവിടെ ഒരു കച്ചേരി ഏർപ്പാടാക്കി. അന്ന് മാവേലിക്കര കൃഷ്ണൻകുട്ടി സാറാണ് ആ കച്ചേരി ഏർപ്പാടാക്കിയത്. മന്നത്ത് പത്മനാഭനായിരുന്നു അതിൻ്റെ ആള്. ആ സ്റ്റേജിലാണ് നെയ്യാറ്റിൻകരയുടെ കച്ചേരി വെച്ചത്.
അങ്ങനെ കച്ചേരി അവസാനിക്കാറായപ്പോൾ മന്നത്ത് പത്മനാഭൻ സാറ് അദ്ദേഹം ആദ്യം ചോദിച്ചത്, ഒരു പയ്യൻ പാടുന്നുണ്ടല്ലോ, അത് ആരാണ്? കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞു, അത് അക്കാഡമിയിൽ പഠിക്കുന്ന പയ്യനാണ്, ഇപ്പോൾ പ്രസിഡന്റ് അവാർഡ് വാങ്ങിയ പയ്യനാണ്. അത് എനിക്ക് ആ പയ്യൻ്റെ പാട്ട് ഒന്നുകൂടി കേൾക്കണമല്ലോ. 2.5 മണിക്കൂറാണ് സമയം, കച്ചേരി തീരാറായി. അപ്പോൾ കൃഷ്ണൻകുട്ടി സാറ് വന്ന് പറഞ്ഞു, വാസുദേവൻ, മന്നത്ത് പത്മനാഭൻ സാറ് വന്നിട്ടുണ്ട്, വാസുദേവൻ്റെ കച്ചേരി ഒന്നുകൂടി കേൾക്കണമെന്ന് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മടിയും കൂടാതെ എൻ്റെ നെയ്യാറ്റിൻകര പറഞ്ഞു, അത് പാടാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ മന്നത്ത് സാറ് അദ്ദേഹം വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. അദ്ദേഹം ഒരു പൊന്നാടയും ഒരു പൂമാലയും ഒക്കെ സംഘാടകരോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. വാങ്ങിച്ച് കൊണ്ടുവന്നു. അദ്ദേഹം നല്ല രീതിയിൽ പ്രസവിച്ചു. ഒരു പ്രസവം അണിച്ചു, പൊന്നാടയൊക്കെ അണിയിച്ച് പ്രസവിച്ചു. വെറും വാസുദേവനല്ല, നെയ്യാറ്റിൻകര വാസുദേവൻ എന്ന് അറിയപ്പെടും എന്ന് അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന നാട്ടിൽ ചെറിയ കച്ചേരികളൊക്കെ പാടി അവിടെയൊക്കെ ഒന്ന് പോപ്പുലറായി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജിൽ വേക്കൻസി വന്നു. അവിടെ കിട്ടി. തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജിൽ പോവുകയാണ്. പിന്നെ ആ ഒരു കാലഘട്ടം ഒരു 5-6 കൊല്ലം അവിടെ അങ്ങ് മ്യൂസിക് കോളേജിൽ, തൃപ്പൂണിത്തുറ മ്യൂസിക്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എറണാകുളം ആ ഭാഗത്തൊക്കെ കച്ചേരികളൊക്കെ പാടി അവിടെ ആ റേഞ്ച് ഏരിയയിലൊക്കെ ഒന്ന് അറിയപ്പെട്ടു തുടങ്ങി. അവിടെയും വലിയ ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഇരിക്കെ പിന്നെ കൂടുതൽ പഠിക്കണമെന്നും പറഞ്ഞ് ലീവ് എടുത്ത് മദ്രാസിൽ പോയി. വലിയ അവിടെ എല്ലാം ആണല്ലോ ഈ സംഗീതജ്ഞന്മാരുടെ കേന്ദ്രമൊക്കെ. അവിടെ പോയി രാമനാട് കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വലിയൊരു പാട്ടുകാരുണ്ടായിരുന്നു, വലിയൊരു സംഗീതജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ അവിടെ 1-2 കൊല്ലം കൂടുതൽ പഠിച്ചു. അപ്പോൾ അവിടെ വന്നാണ് EMS സുബ്ബലക്ഷ്മി, രാധാ ജയലക്ഷ്മിമാർ, ഇങ്ങനെയുള്ള വലിയ ആൾക്കാരുമായിട്ട്, ബാലമുരളീകൃഷ്ണ, ഉന്നതന്മാരുമായിട്ട്, വലിയ സംഗീതജ്ഞരുമായിട്ടൊക്കെ ബന്ധപ്പെടാനും അവിടെയൊക്കെ അവരുടെ ഇടയിൽ അവരുടെ കച്ചേരികൾ കാണാനും അവിടെ ചെറിയ കച്ചേരി നടത്താനും വരെ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ കച്ചേരി നടത്താൻ വരെയുള്ള അവസരമൊക്കെ കിട്ടി. എനിക്കൊരു 8 വയസ്സ് 9 വയസ്സുള്ള സമയത്താണ് വാസുദേവൻ സാർ ഇവിടെ RLV മ്യൂസിക് കോളേജിൽ ലെക്ചറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം വരുന്നത് എൻ്റെ തറവാട്ടിലാണ്. ഞങ്ങളന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മാറി എൻ്റെ തറവാട് ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് എല്ലാവരും കൂടി ചെറിയച്ഛന്മാർ വലിയച്ഛന്മാരെല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. അന്ന് വാസുദേവൻ സാറിന് അവരുടെ കൂടെ TV രമണി എന്ന് പറഞ്ഞ എൻ്റെ കസിനാണ്, അദ്ദേഹമാണ് ഒരു ലെറ്റർ കൊടുത്തു വിടും വാസുദേവൻ സാറിൻ്റെ കയ്യിൽ. എന്നൊക്കെ ഞാനൊക്കെ ഒന്ന് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണ്. അത്രയും വർഷത്തെ ഒരു ബന്ധം, നിയർലി 60 years ഒരു ബന്ധമാണ് വാസുദേവൻ സാറായിട്ട്. ഈ നമ്മളുടെ കേരളത്തിൻ്റെ പേര്, കേരളത്തിലുള്ളൊരു മ്യൂസിഷ്യൻ എല്ലാ സ്റ്റേറ്റുകളിലും ഇന്ത്യക്ക് വെളിയിലും ഫോറിൻ കൺട്രികളിലൊക്കെ പാടി ഒരു മുൻനിരയിൽ വന്ന ഒരു പാട്ടുകാരനാണ് നെയ്യാറ്റിൻകര വാസുദേവൻ സാർ. പറയാതിരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നമാണ്. ഒരുപാട് അദ്ദേഹം നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ പത്മശ്രീ വരെ മേടിച്ചിട്ടാണ് പോയത്. ലാസ്റ്റ് അദ്ദേഹം പത്മശ്രീ അനൗൺസ് ചെയ്യുന്ന ദിവസം ഈ വീട്ടിൽ ഇവിടെ വന്നു. ഇവിടെ ഒരു കച്ചേരി ഉള്ള ദിവസമായിരുന്നു. അന്നാണ് അദ്ദേഹത്തിൻ്റെ പത്മശ്രീ അനൗൺസ് ചെയ്യണത്. അത് കഴിഞ്ഞ് പോണ വഴിക്ക് ഇവിടെ വന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടാണ് അദ്ദേഹം പോണത്. ഇവിടെ പഠിക്കുമ്പോൾ തന്നെ രാമനാട് കൃഷ്ണൻ സാറിൻ്റെ അടുത്ത് പോയി മദ്രാസിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നു. അവിടെ പോയി കുറേ പഠിച്ചിട്ടുണ്ട്. എല്ലായിടത്തും കച്ചേരിക്ക് പോകുന്ന സ്ഥലത്തും പോയടുത്ത് എല്ലാവരോടും ഒരു പെരുമാറ്റമൊക്കെ ഉണ്ടല്ലോ, വളരെ വളരെ വിനയാന്വിതനാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു ക്വാളിറ്റീസ് തന്നെ. വളരെ വിനയത്തോടുകൂടി എല്ലാവരോടും പെരുമാറുള്ളൂ, എല്ലാവരോടും വളരെ സ്നേഹമാണ്. അത് ആ ഓർഗനൈസേഷനോടായാലും കൂടെ പക്വാദ്യം വായിക്കുന്നവരോടായാലും എല്ലാവരോടും. പിന്നെ
അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റീസ് എന്താണെന്ന് വെച്ചാൽ താളം പിടിക്കുന്നതിൽ നല്ല താളപ്പിടിപ്പുണ്ട് പാട്ടാണ്. പിന്നെ മറ്റുള്ളവർ വായിക്കുന്നതിനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. അത് തന്നെ ഒരു പാട്ടുകാരുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നിറഞ്ഞ ഒരു വ്യക്തിയാണ് വാസുദേവൻ സാർ. ഒരു സംഗീതജ്ഞൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഒരു തെളിവായിരുന്നു വാസു സാർ. ഏറ്റവും എളിമയോടുകൂടി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. ഏതൊരു വിധമായ സ്റ്റാർ വാല്യൂ ഉണ്ടായിട്ട് പോലും അദ്ദേഹം അതൊന്നും പേടിപ്പിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു നെയ്യാറ്റിൻകര വാസു സാർ. പ്രത്യേകിച്ചും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഒന്ന് നല്ലൊരു അധ്യാപകനായിരുന്നു, ഒപ്പം നല്ല പെർഫോമറുമായിരുന്നു. നന്നായിട്ടും പഠിപ്പിക്കുകയും ചെയ്യും, നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. ഇത് രണ്ടും ഒരുമിച്ച് കിട്ടണം എന്നില്ല എല്ലാവർക്കും. ഞാനും ഒരു അധ്യാപകനാണ്, എങ്കിൽ തന്നെയും പറയുകയാണ് രണ്ടും ഒരുമിച്ച് കിട്ടണം എന്നില്ല. പക്ഷെ സാർ ഇത് രണ്ടും ഉണ്ടായിരുന്ന ആളായിരുന്നു. ഒപ്പം സാറിൻ്റെ പാടുന്ന പാഠാന്തരങ്ങൾ എന്ന് പറയും, പാടുന്ന ലെസൺസ്, അതൊക്കെ എല്ലാവർക്കും അനുകരണീയമാണ്, പഠിക്കേണ്ടതാണ്. പഠിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പാഠാന്തരമായിരുന്നു സാറിൻ്റേത്. വളരെ ശാസ്ത്രീയ സംഗീതം മാത്രം പാടി ജനങ്ങളെ കയ്യിലെടുക്കാൻ സാറിന് ഭയങ്കര കഴിവുണ്ടായിരുന്നു. ശാസ്ത്രീയ സിനിമാ ഗാനങ്ങളൊന്നും ഏതെങ്കിലും സാർ പാടാറില്ല. ശാസ്ത്രീയ സംഗീതം മാത്രം പാടിക്കൊണ്ട് സാധാരണ ജനങ്ങളിൽ വരെ ആഴ്ന്നിറങ്ങി സാറിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ഏണിപ്പടികൾ എന്നുള്ള സിനിമയിലൊക്കെ പാടിയിരുന്നുവെങ്കിലും ചിത്രം എന്നുള്ള സിനിമയിലെ നഗുമോമോ എന്നുള്ള കൃതി പാടിയതാണ് ശരിക്കും ജനങ്ങൾ ശരിക്കും നെയ്യാറ്റിൻകര സാറിനെ തിരിച്ചറിഞ്ഞത്. ചിത്ര സിനിമയിലൊക്കെ നല്ല നഗമോമോ നല്ല ഇന്നും പിള്ളേരൊക്കെ പാടിക്കൊണ്ട് കിടക്കും. അതിനു മുമ്പ് തന്നെ ലെനിൻ രാജേന്ദ്രൻ്റെ സ്വാതി തിരുനാൾ എന്നുള്ള ആ സിനിമയ്ക്ക് അദ്ദേഹം സംഗീത മ്യൂസിക് കൺസൾട്ടൻ്റ് ആയിരുന്നു. അതിൽ പരമപുരുഷ ജഗദീശ്വര പാടിയിട്ടുണ്ട്. ബാലമുരളീകൃഷ്ണ ആയി ചേർന്ന് കൃതികൾ ആലപിച്ചിട്ടുണ്ട്. മഴ എന്ന ലെനിൻ രാജേന്ദ്രൻ്റെ സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. സിനിമാ ഗാനങ്ങൾ അധികം പാടിയിട്ടില്ലെങ്കിലും പാടിയ പാട്ടുകളൊക്കെ കർണാടക സംഗീത കൃതികളായിരുന്നു. അതിനൊക്കെ ഏകദേശം നല്ല രീതിയിൽ ആളുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വ്യത്യാസമായ ഒരു സംഗീത ശൈലിയുടെ ഉടമയാണ് അദ്ദേഹം. എങ്ങനെ പാട്ടും സംഗീതവും വ്യത്യാസമാവുന്നു, പാട്ടിൽ നിന്ന് സംഗീതത്തിലേക്കുള്ള ദൂരം എത്രയാണ്, ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് സംഗീതത്തിനെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഒരു വ്യക്തി വികാസത്തിന് കലയുമായിട്ടുള്ള എങ്ങനെയാണ് ബന്ധം, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനൊപ്പം ഒരുപക്ഷെ ഗുരുകുല സമ്പ്രദായത്തിൽ തന്നെ താമസിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കല എന്നുള്ളതിൻ്റെ ഒരു മൂല്യം ഞങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾ അറിഞ്ഞത് നെയ്യാറ്റിൻകര വാസുദേവൻ സാർ എന്നുള്ള ഒരു മഹത് സംഗീതത്തിൽ നിന്നാണ്. കമ്മിറ്റ്മെൻറ്റ് വാസുദേവൻ സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. അന്ന് വാസുദേവൻ സാറും ശ്രീ യേശുദാസും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചാണ്, സ്വാതിരുനാൾ സംഗീത കോളേജിൽ പഠിച്ചാണ്. അന്ന് ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 14 മുതൽ 16 മണിക്കൂർ വരെയൊക്കെയാണ് പ്രാക്ടീസ്. ആ പ്രാക്ടീസിൽ ഒരു തവണ ഗുരുനാഥൻ മോഹൽസെറ്റ് വീഴുകയും ഹോസ്പിറ്റലൈസ് ചെയ്യുകയും വരെ ചെയ്തിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാതെയുള്ള പ്രാക്ടീസ്. അങ്ങനെ വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. എല്ലാ കുട്ടികളെയും വിദ്യാർത്ഥികളെയും വളരെ വാത്സല്യത്തോടെ അദ്ദേഹം കണ്ടിരുന്നു. അപ്പോൾ എന്നെ പോലെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളിൽ നിന്ന് അദ്ദേഹം ഫീസ് പോലും മേടിച്ചിരുന്നില്ല. അത്രയും ഒരു സിമ്പിളായിട്ടൊരു മനുഷ്യനാണ്. ആർത്തിയില്ലാത്ത ഒരു കലാകാരനായിരുന്നു, ഒരു മഹത് വ്യക്തിത്വം തന്നെയായിരുന്നു. കച്ചേരി കഴിഞ്ഞിട്ട് ഉത്സവ പറമ്പിൽ ആൾക്കാർ വെക്കടിഞ്ഞിരുന്നാൽ പിന്നെ അവിടെ ശൂന്യമാണ് എന്ന് പറഞ്ഞതുപോലെയായിരുന്നു നെയ്യാറ്റിൻകരയുടെ മരണവും. മരിക്കുന്ന ആ സമയം അദ്ദേഹം പാടുകയാണ്. മണിരംഗ് രാഗത്തിൽ ഒരു പാട്ട്
പാടുകയാണ്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ജയ ജയ പത്മനാഭ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പാട്ട്. ആ പാട്ട് പാടി ചേർന്നു ആള് പതുക്കെ കട്ടിലേക്ക് ഇരുന്നാണ് പാടിയത്. കാല് മടക്കിയിട്ട് ഇരുന്നാണ് പാടിയത്. പതുക്കെ തല ചായച്ച് കിടന്നു. മരുമോളെ ചായയും കൊണ്ട് വന്നപ്പോൾ വിളിച്ചിട്ട് അച്ഛനെ ഉണർന്നു. പിന്നെ മോളെ വിളിച്ചു. ആ ഒരു ഉറക്കം പിന്നെ ഉണർന്നിട്ടേ ഇല്ല. അത് ലാസ്റ്റിൽ പാടിയ പാട്ട് ആ മരണസമയത്ത് അതായിരുന്നു ജയ ജയ പത്മനാഭ തുടങ്ങുന്ന ആ കീർത്തനമായിരുന്നു പാടിയാണ്. ജയ പത്മനാഭാനുജയേശ ജയ 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 ജയ മോഹന രാജവേഷ ജയ ജയ മോഹന രാജവേഷ ജയ ജയ പത്മനാഭാനുജയേശ ജയ ജയ മോഹന രാജവേഷ ജയ ജയ പത്മനാഭാനുജയേശ ജയ ജയ മോഹന രാജവേഷ